ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം നമ്മുടെ ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് വിളമ്പാം, ഒരുപാട് ലേറ്റായി. അപ്പം നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. 50% ഉണ്ട്, 80% ഉണ്ട്. ഇത് 50%. 80% എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 50% തവിടുള്ള കുത്തരിച്ചോറാണ്. ആദ്യമായിട്ട് കഴിക്കുന്നവർ 80% മേടിക്കുക. കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 20% മേടിക്കുക, 50% മേടിക്കുക, മിക്സ് ചെയ്ത് വെച്ച് നോക്കുക. അങ്ങനെ കഴിച്ച് നമുക്ക് ശീലാവുള്ളൂ. പെട്ടെന്ന് ഒന്ന് മേടിച്ച് നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്കിന്ന് പുളുങ്കറി ഉണ്ട്. പുളുങ്കറി റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് വൈൻഡ് അടിച്ച് നോക്കിയാൽ മതി, അതിലുണ്ട്. അപ്പം നമ്മുടെ പുളുങ്കറി എടുത്തു. ദെൻ ഇത് മുതിരയും കൊടപ്പനും കൂടെ തോരൻ വെച്ചതാണ്. അപ്പം നമ്മുടെ മുതിരയും കൊടപ്പൻ തോരനെടുത്തു. പിന്നെ കുറച്ച് അവിയലുണ്ട്. അപ്പം ഇത്തിരി അവിയൽ വേണമെങ്കിൽ എടുത്തു, വളരെ കുറച്ച് എടുത്തോളൂ കേട്ടോ. പിന്നെ നല്ല അടിപൊളി അച്ചിങ്ങ ഉപ്പേരി ഉണ്ട്. പയറുമെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും, നമ്മളിവിടെ അച്ചിങ്ങ ഉപ്പേരി എന്ന് പറയും. പാലക്കാട് ഭാഗത്തൊക്കെ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ വെള്ളക്കില്ല, അതിനാണ് അച്ചിങ്ങ എന്ന് പറയുക. നമ്മളിവിടെ അച്ചിങ്ങ എന്ന് പറഞ്ഞതാണ് കേട്ടോ, അവിടെ പയറിനെ പറയുള്ളൂ. നമ്മുടെ നാരങ്ങ അച്ചാറെടുത്തു കുറച്ച്. പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ, എൻ്റെ ഫേവറേറ്റ് നല്ല കട്ട തൈര്. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ തൈരൊക്കെ കൂട്ടിയിട്ട് ഉപയോഗിച്ചിട്ട് നല്ല കട്ട തൈര് കൊടുത്തു. ഇനി അമ്മയുടെ മറ്റേ ഫ്ലോപ്പായ ഈന്തപ്പഴ സത്യമായിട്ടും ഫ്ലോപ്പല്ല കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ബിരിയാണിയോടൊപ്പം നല്ല ടേസ്റ്റാണ് ആ അച്ചാറും. പെട്ടെന്ന് ഇരുന്ന് കഴിക്കാം കേട്ടോ. പെട്ടെന്ന് പോയി. അപ്പം നമ്മുടെ മുതിരയും തൈരും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കഴിക്കണത്. ഈ മുതിര ഭയങ്കര ഹെൽത്തിയാണ്. സൂപ്പറാണ്. മുതിര പിള്ളേർക്ക് കഴിക്കാൻ ഇച്ചിരി മടിയായിരിക്കും, പക്ഷെ ഭയങ്കര ഹെൽത്ത്, നടുവേദന വരില്ല. പിന്നെ ഈ പീരീഡ്സ് ടൈമിലല്ലേ നമുക്കിങ്ങനെ വേദനയൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ എപ്പോഴും നല്ലതാണ് മുതിര. വേദന വരുമ്പോൾ മുതിര കഴിക്കാനല്ല പറഞ്ഞത്, അതിന് മുമ്പേ മുതിര കഴിക്കുകയാണെങ്കിൽ വേദന കുറച്ച് കുറയും ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ വിശ്വസിച്ച് കഴിച്ചാൽ നമുക്ക് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ മുതിരയും തൈരും ചോറും ഒരു പീസ് അച്ചാർ മേലേക്ക് വയ്ക്കും കേട്ടോ. ഇതൊരു കിടിലൻ കോമ്പിനേഷനാണേ. മുതിരയും പിണ്ടിയും വെക്കും, മുതിരയും കുടപ്പനും വെക്കും. ഇന്നിപ്പോൾ അങ്ങനെ വെച്ചതല്ല, കുടപ്പൻ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കിട്ടിയുള്ളൂ. പൊളിച്ച് വന്നപ്പോൾ ഇത്ര, അതുകൊണ്ട് മുതിരയായിട്ട് മിക്സ് ചെയ്താണ്. നമുക്ക് നമ്മുടെ അവിയലും അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും തൈരും കൂടെ കഴിക്കട്ടെ. എനിക്ക് ഈ പുളുങ്കറിയുടെ ലഗേജൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുളുങ്കറിയും അച്ചാറും തൈരും. ഞാൻ കുറേ വിചാരിച്ചു ഡയറ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് ഓട്സ് കഴിക്കാമെന്നൊക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉച്ചയ്ക്ക് തൈരൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നത് പ്രത്യേക സുഖമാണ്. അപ്പം ഞാൻ കഴിച്ചു. ബൈ.